ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സൗദി പ്രോ ലീഗിന്റെ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ. 7 വർഷമായി അവർ ഒരു കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവസാനമായിട്ട് 2019-20 സീസണിൽ ജുവന്റസിന് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കിരീടം മുത്തമിടുന്നത്. അതിനുശേഷം 2 വർഷം ജുവന്റസിലും 2 വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും വേണ്ടി തുടർന്നെങ്കിലും ഒരു ലീഗ് ടൈറ്റിൽ അടിക്കാൻ ആൾക്ക് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം സൗദി ലീഗിലേക്ക് വന്ന 4 വർഷം അൽ നസറിന് വേണ്ടിയിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ട് 41-ാം വയസ്സിലും ഗോളുകൾ ഇങ്ങനെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1000 ഗോൾ തയ്ക്കാൻ വെറും 28 ഗോളുകളുടെ ആവശ്യമുള്ളൂ. 972 ഗോളുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ അൽ നസറിന് ഒരു മേജർ ടൂർണമെന്റില് സൗദി പ്രോ ലീഗിന്റെ കിരീടം മുത്തമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി കടന്നുപോയത്. റൊണാൾഡോ ഫാൻസ് ഒരു ക്ലബ് കിരീടം കാത്തിരുന്നിട്ട് 7 വർഷം കഴിഞ്ഞു. 7ാമത്തെ വർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2 ട്രോഫി അടിക്കാനുള്ള ഒരു സുവർണ അവസരം വന്നത്. AFC ചാമ്പ്യൻസ് ലീഗ് 2-ല് ജപ്പാനീസ് ക്ലബിനോട് 1-0 പരാജയപ്പെട്ടു. അവിടെയും പോയി. അതിനുശേഷം അൽ ഹിലാലും അൽ നസറായിട്ടുള്ള പോയിന്റ് വളരെ ഈ കളി ഇന്നലെ രാത്രി നടന്ന കളി അൽ നസർ പരാജയപ്പെടുകയും അൽ ഹിലാൽ വിജയിക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ കഥ മാറിയാണ്. അൽ ഹിലാൽ ചാമ്പ്യന്മാരാണ്. പക്ഷെ അതിനൊന്നും അവസരം കൊടുക്കാതെ 4-1 കിഡിലെ വിജയം, അതിലും കളിയിലെ 2 ഗോളുകൾ കൂടി അടിച്ച് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് ചങ്ങായി ആ ട്രോഫി അൽ നസറിന് വേണ്ടിയിട്ട് ആ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ആ കാണികൾക്ക് മുമ്പിൽ അവതരിച്ചത്. 41 വയസ്സായതോ ഇതൊന്നും ചിന്തിക്കാനുള്ള കാര്യമാണ്. 41 വയസ്സ് ഈ 25-26 വയസ്സിലുള്ള ചങ്ങായി അല്ല, ആ ഒരു 25-26 വയസ്സുള്ള പിള്ളേരെ പോലെയാണ് ചങ്ങായി ഗ്രൗണ്ടിൽ കളിക്കുന്നത്. ഇന്നത്തെ ആ ഫ്രീ കിക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് ഞാൻ ഒരു 3-4 പ്രാവശ്യം ഹൈലൈറ്റ്സ് റിവൈൻഡ് കണ്ടു നോക്കി എങ്ങനെയാണ് അത് ബോൾ ഉള്ളിലേക്ക് കയറിപ്പോയതെന്ന്. അത്രയും മനോഹരമായ ഒരു ഫ്രീ കിക്കാണ്. അതേപോലെ ആ ഒരു ഗോൾ വന്നത് 82-ാം മിനിറ്റിൽ ആ ഗോൾ അടിച്ചതും കിഡിലോസ്കി എന്ന് പറയാം. അങ്ങനെ 4-1 വിജയമാണ് നേടിയത്. കളി തുടങ്ങിയപ്പോൾ അൽ ഹിലാല് ഒരു സൈഡിൽ നിന്ന് ഒരു ഗോൾ, 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു ഗോൾ നേടി അവര് ടേബിൾ ടോപ്പിലെത്താണ്. അപ്പോഴും അൽ നസർ ഗോളുകളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വിചാരിച്ചു ഇത് ഈ സീസണും കപ്പില്ലാതെ റൊണാൾഡോ മടങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ചു. അതിനുശേഷം സാദിയോ മാനോയുടെയും റൊണാൾഡോന്റെ ഡബിളിലും അങ്ങനെ ഗോളുകൾ 4 പിറന്നപ്പോ അൽ നസർ കുറെ കാലങ്ങൾക്ക് ശേഷം അൽ നസർ ക്രിസ്ത്യാനോ റൊണാൾഡോ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്വപ്ന കിരീടം ചൂടിക്കുന്നത് സൗദി പ്രീ ലീഗിന്റെ തലപ്പത്തെത്തി നിൽക്കണം അവര്. 2020 ശേഷം റൊണാൾഡോ 2 വർഷം ജുവന്റസിലും അതേപോലെ തന്നെ 2 വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സീസണിലൊന്നും ഒരു ക്ലബ് മേജർ ട്രോഫി നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ റൊണാൾഡോന്റെ കാലം കഴിഞ്ഞെന്നൊക്കെ എല്ലാവരും സ്ഥിരീകരിക്കുക. അങ്ങനെ സൗദി ലീഗിലേക്ക് റൊണാൾഡോ പോയി. സൗദി ലീഗിൽ 4 വർഷം തുടരെ കിരീടങ്ങളില്ലാതെ, അതും കിരീടങ്ങൾ 14ഓളം കിരീടങ്ങൾ വിരൽ തുമ്പിൽ ഇങ്ങനെ എത്തി നിന്നിട്ട് അവിടുന്ന് തട്ടിത്തെറിപ്പിച്ചു. അതിന് എക്സാമ്പിളാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ആ ഒരു AFC ചാമ്പ്യൻസ് ലീഗ് 2-ല് ആ ഫൈനലിൽ ജപ്പാനിലെ ഏതോ ഒരു ചെറിയ ക്ലബ്ബായിട്ടാണ്. പക്ഷെ അന്ന് ഭാഗ്യം എന്ന് പറയുന്ന സാധനം 17 ഷോട്ടുകളാണ് അൽ നസർ അന്ന് തുടർത്ത് വിട്ടത്. അതിൽ റൊണാൾഡോന്റെ ഒരു 3-4 ഷോട്ടുകൾ ഉണ്ടായത് ഉറച്ച ഗോളുകളായിട്ട് ആനയുടെയും അതേപോലെ തന്നെ ഫിലിക്സിന്റെ ഒക്കെ ചാൻസുകൾ മിസ്സായപ്പോൾ അത്രയും ഭാഗ്യമില്ലാതെ പോയി. അതേപോലൊരു ഫൈനലായിരിക്കും, അതേപോലെ ഒരു മത്സരം. എന്താ പറഞ്ഞാൽ സൗദി പ്രീ ലീഗിൽ 34-ാം മത്സരം ഏറ്റവും അവസാനത്തെ മത്സരമാണ്. ഈ 8 മത്സരത്തിൽ ഡു ഓർ ഡൈ ആണ്. വിജയിച്ചില്ലെങ്കിൽ സമനിലയാണെങ്കിൽ കൂടി കപ്പ് നേടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വിജയിച്ചുകൊണ്ട് മാത്രമാണ് റൊണാൾഡോ കപ്പ് തൂക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ എല്ലാ അൽ നസർ ഫാൻസും ആ ഒരു സ്റ്റേഡിയം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. മഞ്ഞയും ആ ഒരു അറബികളുടെ കന്തൂറയും അണിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേഡിയം മൊത്തം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിൽ വിജയത്തിന് കുറഞ്ഞതൊന്നും ആഗ്രഹിച്ചു. അതും അടിപൊളി വിജയം 4-1 വിജയം നേടിയപ്പോ 6 വർഷത്തെ ആ കിരീട വളർച്ച 7ാമത്തെ വർഷത്തിൽ അവസാനിപ്പിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന 41-കാരൻ. അപ്പോ ഇനി അടുത്ത പടി എങ്ങോട്ടാണ് ചോദിച്ചു കഴിഞ്ഞാല് വേൾഡ് കപ്പിലോട്ട് തന്നെയാണ്. പോർച്ചുഗലിന്റെ സ്ക്വാഡ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ 4 ടീമുകളിൽ ഒരു ടീം ഉണ്ടാവും. പോർച്ചുഗലിന്റെ കപ്പിത്താനായിട്ട് റൊണാൾഡോ ഉണ്ടാവും. പക്ഷെ കപ്പിത്താന് സപ്പോർട്ടായിട്ട് ടീം അംഗങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഈ സീസണിൽ വേൾഡ് കപ്പ് തൂക്കാനുള്ള ചാൻസുകളുണ്ട്. പക്ഷെ അവിടെയാണ് റൊണാൾഡോയും ടീംമേറ്റ്സും തമ്മിൽ കഴിഞ്ഞ വർഷം അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട്, മെസ്സിക്ക് വേണ്ടിയിട്ട് അർജന്റീനയുടെ താരങ്ങൾ ഒന്നായിട്ട് കളിച്ചില്ലേ, അതേപോലെ ഒരു കളി പോർച്ചുഗൽ എടുക്കുകയാണെങ്കിൽ ഈ 41-ാം വയസ്സിൽ ആ ഒരു സ്വർണ്ണ കിരീടം എന്ന ആ ഒരു സ്വപ്നം പോർച്ചുഗലിന്റെയും റൊണാൾഡോ ഫാൻസിന്റെയും ആ ഒരു സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ നടന്ന മത്സരത്തിൽ ഫൈനൽ വിസൽ മുഴങ്ങിയതും ആനന്ദ കണ്ണീര് കൊണ്ട് എന്താ പറയാ ഭയങ്കര വികാരനിർഭരമായിട്ട് വല്ലാത്തൊരു ഇമോഷനിലാണ് റൊണാൾഡോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങായി നേടാത്ത ട്രോഫികളൊന്നുമില്ല. അവിടെ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൂടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ലാ ലീഗ് നേടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇറ്റാലിയൻ ലീഗ്. തുടങ്ങിയത് പോർച്ചുഗലിനാണ്. അവിടെ മുതൽ ഇംഗ്ലണ്ടിലും വേണ്ട ട്രോഫികളെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വാരിക്കൂട്ടി. അതിനുശേഷം സാക്ഷാൽ റയൽ മഡ്രിഡിൽ പോയി റയൽ മഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിൽ
നേടേണ്ടതെല്ലാം നേടി അവിടുന്ന് വീണ്ടും ജുവന്റസിലേക്ക് പോയി, ജുവന്റസ് നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വീണ്ടും വരണം. അതിനുശേഷമാണ് അൽ നസറിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഓരോ സീസണിലെയും അടുത്ത സീസണിൽ ആള് ചാമ്പ്യൻസ് ലീഗും അതേപോലെ തന്നെ 5 ചാമ്പ്യൻസ് ലീഗിനോടൊക്കെ അറിയാലോ. അതേപോലെ ചാമ്പ്യൻസ് ലീഗും ലാ ലീഗും ഇറ്റാലിയൻ ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും എല്ലാം അടിച്ചിട്ട് പോയിട്ടുണ്ട്. ക്ലബ് വേൾഡ് കപ്പ് ഇനി പറയണ്ട, ട്രോഫികൾ, യുഎഫ നാഷണൽസ് ലീഗ്, അങ്ങനെ ഒരുപാട് ട്രോഫികൾ അടിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും സെലിബ്രേഷനിലെക്കാളും എന്തൊക്കെയോ വികാര നിർഭരമായിട്ടാണ് ഈ ചങ്ങായി അന്ന് ഗ്രൗണ്ടിൽ കളിയായ ശേഷം പ്രത്യക്ഷപ്പെട്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 6 കൊല്ലമൊന്നും റൊണാൾഡോന്റെ കരിയറിൽ തന്നെ ഈ ഒരു ട്രോഫി ഇല്ലാതെ, ഒരു മേജർ ട്രോഫി ഇല്ലാതെ കടന്നു പോയിട്ടില്ല. ക്ലബിന്റെ റൊണാൾഡോന്റെ ക്ലബിന്റെ ചരിത്രം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഒരു സീസണിൽ ചിലപ്പോൾ ഒരു ട്രോഫി ഇല്ലെങ്കിൽ അടുത്ത സീസണിൽ 2 3 ട്രോഫി അടിച്ചിട്ടാണ് ചങ്ങായി പോയിട്ടുള്ളൂ. റയൽ മാഡ്രിഡിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊക്കെ അതിനുവേണ്ടി കണ്ടാണ്. പക്ഷെ 2019-20 സീസൺ ജുവന്റസിൽ നിന്ന് പടി അവസാനമായിട്ട് ജുവന്റസിന് വേണ്ടിയിട്ട് ഒരു കിരീടം നേടിയ ശേഷം 2 വർഷം ജുവന്റസിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൊക്കെ കളിച്ചു. പിന്നീട് സൗദി വരുന്നത്. സൗദിയിൽ അൽ നസർ പറഞ്ഞൊരു ക്ലബ്ബ്, പീക്ക് ഫോമിൽ നിൽക്കുന്ന അൽ നസർ പോലൊരു ക്ലബ്ബിൽ പോയിട്ട് സിമ്പിളായിട്ട് കപ്പടിക്കാന്നൊക്കെ വിചാരിച്ചായിരിക്കും. പക്ഷെ ചരിത്രം എന്താ പറയാ, റൊണാൾഡോയോട് ഒരുപാട് നീതി പുലർത്തിയില്ല എന്ന് പറയാം. എന്താ പറഞ്ഞാൽ ആള് കൊടുക്കേണ്ട കാര്യങ്ങൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുള്ളൊരു റിസൾട്ട് ക്ലബിലും ഒരുപാട് പ്ലേയേഴ്സ്, മാനെ, ഫിലിക്സ്, അതേപോലെ ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിഗോ മാർട്ടിനസ്, അങ്ങനെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ട്രോഫി എന്ന ആ ഒരു കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുണ്ട്. അങ്ങനെ ഫൈനലി ഈ സീസണിൽ ഡബിൾ അടിക്കുന്ന വിചാരിച്ചായിരുന്നു. നിർഭാഗ്യം കൊണ്ട് AFC ചാമ്പ്യൻസ് ലീഗ് 2-ൽ അവര് പുറത്താവുകയാണ്. ഇനി അടുത്തൊരു ലക്ഷ്യം റൊണാൾഡോന്റെ എന്ന് പറഞ്ഞാൽ 1000 ഗോൾ തയ്ക്കാന്ന്. 28 ഈ അടുത്ത സീസണോടുകൂടി തയ്ക്കാൻ പോവായിരിക്കും മിക്കവാറും. 1000 ഗോൾ തയ്ക്കാൻ യാതൊരു സംശയമില്ല. അതേപോലെ അതിനേക്കാളൊക്കെ ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്ന നിലയിൽ ഇതൊക്കെ ആയിരിക്കും ആൾക്ക് വേൾഡ് കപ്പ് നേടുകയായിരിക്കും. അതേപോലെ 1000 ഗോൾ തയ്ക്കായിരിക്കും. എല്ലാ കാര്യവും ശരിയാണ്. പക്ഷെ ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്ന നിലയിൽ 1000 ഗോൾ, തന്റെ കരിയറിൽ 1000 ഗോൾ തയ്ക്കുക, അതേപോലെ തന്നെ തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ആൾക്ക് ഇനി വരാൻ പോണ ആഗ്രഹങ്ങൾ. പക്ഷെ ഒരു അച്ഛനെന്ന നിലയ്ക്ക് അടുത്ത സീസണിൽ അൽ നസറിന് വേണ്ടിയിട്ട് റൊണാൾഡോ ജൂനിയറിന്റെ കൂടെ പന്ത് തട്ടുക എന്നുള്ള കാര്യമായിരിക്കും വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ടുള്ള. എന്താ പറയുക, ഒരു അച്ഛനും മകനും കൂടിയിട്ട് ഒരു ക്ലബിന് വേണ്ടി കളിക്കുക, അല്ലെങ്കിൽ പോർച്ചുഗൽ രാജ്യത്തിന് വേണ്ടി കളിക്കുക. അതായത് ക്ലബിന് അൽ നസർ അടുത്ത 2026-27 സീസണിലായിട്ട് ട്രയലിന് വിളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയറിന്. അപ്പൊ എന്തായാലും മിക്കവാറും അച്ഛനും മകനും തമ്മിലുള്ള ഒരു കളി കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ എന്ന നിലയിൽ ആള് നേടേണ്ടൊക്കെ നേടിക്കഴിഞ്ഞു. ഇനി ആ ഒരു വേൾഡ് കപ്പും കൂടി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് പോർച്ചുഗൽ ഫാൻസും റൊണാൾഡോ ഫാൻസും ഉള്ള കാര്യമൊക്കെ അറിയാം. അപ്പൊ എന്തായാലും കളിയൊക്കെ ഗംഭീരമായിട്ട് കളി അവസാനിച്ചിട്ടുണ്ട്. ഇത് സ്പോർട്ടിംഗ് CPക്ക് വേണ്ടിയിട്ട് 5 ഗോളുകളും, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി 145 ഗോളുകളും, റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് റയൽ മാഡ്രിഡിന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച 450 ഗോളുകൾ അടിച്ച്, ജുവന്റസിന് വേണ്ടി 101 ഗോളുകളും, അൽ നസറിന് വേണ്ടിയിട്ട് 129 ഗോളുകളും, പോർച്ചുഗലിന് വേണ്ടി 141 ഗോളുകളുടെ റെക്കോർഡ് ഇനി ഒരാളും തകർക്കപ്പെടാൻ ചാൻസ് ഇല്ലാത്ത ആ റെക്കോർഡ് 149 ഗോളിന്റെ പോർച്ചുഗലിന് വേണ്ടി അടിച്ചിട്ടാണ് റൊണാൾഡോ ഈ 41 വയസ്സിലും. ഇനിയും ഒരു വേൾഡ് കപ്പ് കിടക്കുന്നുണ്ട്. അതിൽ എത്ര ഗോൾ അടിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടറിയാൻ പറ്റും. അപ്പോ സൗദി പ്രോ ലീഗിൽ വരികയാണെങ്കിൽ അവരുടെ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ 34 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 28 വിജയവും 2 സമനിലയും 4 തോൽവി അടക്കം 86 പോയിന്റുമായിട്ടാണ് അവർ ലീഗ് ടേക്ക് അടിച്ചിരിക്കുന്നത്. അതിന് അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്നു. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അടുത്ത 2ാം സ്ഥാനത്തുള്ള അൽ ഹിലാലാണ് 34 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 25 വിജയവും 9 സമനിലയും തോൽവി അറിയാതെ 84 പോയിന്റ്. അവർ തോൽവി അറിഞ്ഞിട്ടില്ല. ഇതേപോലെ ഒരു ചങ്ങായി വരുന്നുണ്ട്, ബെൻഫിക്ക എന്ന് പറയുന്ന ഒരു ക്ലബിനെ പരിശീലിപ്പിച്ച് ഇതുവരെ ആ ലീഗിൽ തോറ്റിട്ടില്ല. റയൽ മാഡ്രിഡിന്റെ കോച്ചായിട്ട് വരാൻ പോണ് സാക്ഷാൽ മൊറീനോ കളിച്ച ആ ഒരു ലീഗിൽ, പോർച്ചുഗീസ് ലീഗിൽ ബെൻഫിക്ക ഇതുവരെ തോറ്റിട്ടില്ല. ഈ ഒരു 36 മത്സരം 38 മത്സരം ആ ലീഗിൽ 0 തോൽവിയാണ്. അതേപോലെ അൽ ഹിലാൽ ഈ സീസണിൽ അവസാനിപ്പിക്കുക. അപ്പോൾ റൊണാൾഡോയുടെ വേൾഡ് കപ്പിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.